വിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിന് മുന്നോടിയായി നടക്കുന്ന 8 നോയമ്പ് കുറവലങ്ങാട് പള്ളിയിൽ വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ നടക്കുന്നത്. ഇന്ന് കർഷകരുടെ ഒരു കൂട്ടായ്മയാണല്ലോ. ഇന്ന് മുത്തിയമ്മയുടെ തിരുസ്വരം വഹിക്കുന്ന കർഷകരാണല്ലോ. എന്തുമാത്രം ഈ കാർഷിക മേഖലകളിൽ മുത്തിയമ്മയുടെ ഒരു മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായും മുത്തിയമ്മയുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ് നമ്മുടെ കുറവലങ്ങാട് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കൊണ്ടും കാർഷിക വിളവിൽ ഏറ്റവും കൂടുതൽ സമൃദ്ധി ഉണ്ടാകുന്നു. നിങ്ങളുടെ ഓരോ ദിവസത്തെ ഇവിടെ ഓരോ 8 നോയമ്പ് സമയങ്ങളൊക്കെ കടന്നു വരുന്ന ജനങ്ങളുടെ ഒരു തിരക്കൊക്കെ അതും ഈ എന്തുമാത്രം നിങ്ങളുടെ വിശ്വാസം ഇതുപോലെ വർദ്ധിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടവക്കാരെ? തീർച്ചയായും മുത്തിയമ്മയുടെ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേകം ആളുകൾക്ക് ഒത്തിരി അനുഗ്രഹവും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി കാർഷിക മേഖലയിലും എല്ലാ മേഖലയിലും അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുന്നുണ്ട്. അതാണ് ഈ ജനസാഗരത്തിന്റെ ഈ തിരക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ജപമാല പ്രദക്ഷിണത്തില് കുഞ്ഞു മാലാഖമാരെയൊക്കെ ഒരുക്കുന്നതും ആ പ്രദക്ഷിണത്തിന്റെയൊക്കെ നിരകളൊക്കെ നിയന്ത്രിക്കുന്നതും ക്രമപ്പെടുത്തുന്നതൊക്കെ ഇവിടുത്തെ ഈ ദേവാലയത്തിലെ ശുശ്രൂഷകളുമായി ബന്ധപ്പെടുന്ന സിസ്റ്റർമാരാണ്. സിസ്റ്റർ, എത്രമാത്രം കുഞ്ഞുങ്ങൾ ഈ മാലാഖമാരായിട്ട് ഒരുക്കുന്നുണ്ട്? അവർ എത്രമാത്രം പേര് ഇതിൽ പങ്കെടുക്കുന്നു? ഒരു 40ഓളം കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് വരുന്നത്. വലിയ ഇഷ്ടമാണ്. അതോടൊപ്പം ഈ കുഞ്ഞുങ്ങളുടെ ഒരു വലിയൊരു നിര തന്നെ ഈ ജപമാല പ്രദക്ഷിണം ഓരോ ദിവസം കാണുന്നുണ്ട്. അത് നമ്മുടെ ഈ ഇടവകയിൽ തന്നെയുള്ള കുഞ്ഞുങ്ങളാണോ അതോ മറ്റു വെളിയിൽ നിന്നൊക്കെയുള്ള കുഞ്ഞുങ്ങളാണോ കൂടുതൽ? ഇല്ല, ഈ ഇടവകയിലെ തന്നെ കുഞ്ഞുങ്ങളാ. എല്ലാവരും ഓരോ ദിവസവും ആള് കൂടി നാളെ ഞാനും വന്നോട്ടെ. പേരൻസിനും താല്പര്യമാണ്, കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ദിവസങ്ങളിലെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടി പറഞ്ഞു, സ്വർഗത്തില് പെൺകുട്ടികൾ മാത്രമേ മാലാഖമാരുള്ളൂ, ആൺകുട്ടികളും ഇല്ലേ, ഞങ്ങളെ ആക്കാൻ മേലുന്നു. അപ്പൊ അതനുസരിച്ച് വികാരിച്ചൻ ഇന്നു മുതൽ ആൺകുട്ടികളെയും കൂടി ചേർക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഇന്ന് കണ്ടു ആൺകുട്ടികളായ മാലാഖമാർ ഇങ്ങനെ ചിറകൊക്കെ വെച്ച് നിൽക്കുന്നത്. ശരി. അപ്പൊ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അനുസരിച്ച് വികാരിച്ചൻ അത് അനുവദിച്ചതാണ്. അപ്പൊ ഇവര് ഒരുക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങളവിടെ ചിറകൊക്കെ ഉണ്ട്, മഠത്തിലുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളത് അതിവിടെ കൊണ്ടിരുന്നു. പിന്നെ അവരുടെ നെറ്റുമുടിയൊക്കെ വെക്കും, ചിറക് പിടിപ്പിക്കും, ഇച്ചിരി മുഖത്തൊക്കെ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് ലിപ്റ്റിയൊക്കെ ഇട്ട് നല്ല മിടുക്കരാക്കി ഒരുക്കിയെടുക്കും. ശുശ്രൂഷയൊക്കെ ചെയ്ത് കുർബാനയ്ക്ക് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾ നേരത്തെ തന്നെ ഓടിയെത്തുമോ? ഇവരെല്ലാരും തന്നെ രാവിലെ കുർബാന കാണുന്ന കുഞ്ഞുങ്ങളാ. അത് കഴിഞ്ഞാൽ അവര് കുർബാന തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വരും. അങ്ങനെ ചെയ്യും. ഈ 8 നോയമ്പിന്റെ കോർഡിനേറ്റർ കൂടിയായ മണിയഞ്ചരച്ചൻ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛാ, ഈ 8 ദിവസത്തെ ഈ മാതാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് 8 നോയമ്പിന്റെ ഈ ശുശ്രൂഷകൾ കൊളങ്ങാടുകളിൽ എത്രമാത്രം ഞാൻ ഓരോ ദിവസം ഇവിടെ കടന്നു പോകുമ്പോൾ വലിയ അത്ഭുതകരമായ ഒരു ജനപങ്കാളിത്തം പെടുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ അച്ഛനും ഇവിടുത്തെ വിശ്വാസികളും നോക്കിക്കാണുന്നത്? വളരെ ആവേശത്തോടും വളരെ ഭക്തിയോടും കൂടിയാണ് നമ്മൾ ഈ 8 ദിവസവും ഈ 8 നോയമ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് കുറവലങ്ങാട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം മുത്തിയമ്മയോടുള്ള വളരെ ശക്തമായ ഭക്തി, സ്നേഹം, അടുപ്പം ഈ കുറവലങ്ങാടുകാർ സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവേശമാണ് ഇടവക്കാർക്കുള്ളത്. പ്രത്യേകിച്ച് ഈ 8 നോയമ്പില് ആദ്യ 5:30 മുമ്പുള്ള കുർബാന മുതൽ അവസാനത്തെ ജപമാല പ്രതിഷ്ഠം വരെ വലിയ ജനപങ്കാളിത്തമാണ് ഈ നോമ്പില് മുത്തിയമ്മയോടുള്ള സ്നേഹത്തിൽ അവർ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 180 മണിക്കൂർ രാത്രി സമയങ്ങളിലുള്ള ആരാധന, അത് എല്ലാ ഗ്രൂപ്പുകളിലും, അതായത് കൂട്ടായ്മ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഒരു സമയം പോലും പള്ളി വേക്കൻ്റ് ആകാതെ മുഴുവൻ സമയവും രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ജനങ്ങളുണ്ട്. ഒരു സമയം പോലും ഒരു വേക്കൻ്റ് ആകാതെ ഒരു പ്രാർത്ഥനയിൽ ഉണ്ട് താനും. അതോടൊപ്പം തന്നെ വളരെ ആവേശത്തോടു കൂടി പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു. മുത്തിയമ്മയുടെ നീരുറവയിൽ, അത്ഭുത ഉറവയുടെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വളരെ സാന്നിധ്യം, മുത്തിയമ്മയോടുള്ള ഭക്തി അവർ നിലനിർത്തുന്നുണ്ട്. കുറവലങ്ങാടുകാർ മാത്രമല്ല, വളരെ ദൂരത്തു നിന്നുള്ള ആളുകൾ വരെ ഈ ജപമാല പ്രതിഷ്ഠത്തിലും വിശുദ്ധ കുർബാനയിലും മറ്റ് ഭക്തകൃത്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടസമയങ്ങളിലുള്ള, പകൽ സമയങ്ങളിലുള്ള റാലികൾ, തീർത്ഥാടനങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പല ഇടവകളിൽ നിന്നും മുട്ടിച്ചിറ ഫൊറോന, രാമപുരം ഫൊറോന, രത്നഗിരി പള്ളി, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള കാളികാവ് പള്ളി, അങ്ങനെ വിവിധ പള്ളികളിൽ നിന്ന്, ഇടവകളിൽ നിന്ന്, ഫൊറോനകളിൽ
ജില്ലകളിൽ നിന്ന് ഉള്ള തീർത്ഥാടനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനകൾ AKCC, DCMS, SMYM അങ്ങനെയുള്ള പല സംഘടനകൾ തീർത്ഥാടനം നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ സജീവമായ ഒരു ഭക്തി നിർഭരമായ ഒരു സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടെ ഈ കുറവലങ്ങാട് ദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ആദ്യ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ അനുഗ്രഹം, വലിയ ഒത്തിരിയേറെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ജനങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് മുത്തിയമ്മയുടെ മുത്തിയമ്മ ജനങ്ങളോടുള്ള വലിയ സ്നേഹമായിട്ട് കാണുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ഓരോ ഈ ജമാല പ്രദർശനത്തിൽ അമ്മയുടെ തിരുസ്വരം വഹിക്കുന്നത് ഓരോ കാറ്റഗറിപ്പെട്ടവരാണ്. ഇന്നാണ് ഈ കർഷകരായിരുന്നു, കഴിഞ്ഞ ദിവസമാണെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്ന ടാക്സി ഡ്രൈവർമാരാണ്. ഇങ്ങനെയൊക്കെ ഓരോ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ എന്തുമാത്രം ഇതിലൂടെ നമുക്ക് എന്തുമാത്രം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ സാധാരണക്കാരുടെ ഇടയിൽ ഈ അമ്മയുടെ ഒരു സാന്നിധ്യവും ഇവർക്കുള്ള വിശ്വാസവും. അതായത് ഇവർ ഓരോ വിഭാഗത്തിലുള്ള ആളുകൾ മുത്തിയമ്മയുടെ തിരുസ്വരൂപം എടുക്കുന്നത് വളരെ ആവേശത്തോടു കൂടിയാണ് കാണുന്നത്. ഈ വർഷം പല വിഭാഗങ്ങളായിട്ട് തിരിച്ച് ഇന്ന് കർഷകരായിരുന്നു, സൂചിപ്പിച്ചതുപോലെ ഇന്ന് കർഷകരായിരുന്നു, ഇന്നലെ പിന്നെ ഡ്രൈവർമാരായിരുന്നു, നാളെ വ്യാപാരികളാണ്, യുവജനങ്ങൾ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രായമായവർ, കഴിഞ്ഞ ദിവസം വനിതകളെടുത്തു, AKCC വനിതകളെടുത്തു. അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുത്തിയമ്മയുടെ രൂപം എടുക്കുമ്പം അവർക്ക് മുത്തിയമ്മയോടുള്ള അടുപ്പവും സ്നേഹവുമാണ് പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ആളുകൾക്കുള്ള ഒരു അവസരം, പല വിഭാഗത്തിൽപ്പെട്ടവർക്ക് നമ്മൾ അവസരം കൊടുക്കുകയാണ്. അവരുടെ സാന്നിധ്യം, അവർക്കുമുള്ള പ്രാധാന്യം നമ്മൾ ഇവിടെ ഈ ദേവാലയത്തിൽ അവർക്ക് നൽകുന്ന പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ഓരോ പദയാത്ര കടന്നു വരുമ്പോൾ ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് എല്ലാവർക്കും നേർച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ട്. അതൊരു AKCCയുടെ നേതൃത്വത്തിലാണ്. ഇത് എന്തുമാത്രം ഒരു സംഘടനയുടെ ഒരു ശക്തിയാണ് ഇവിടെ ഇത്രമാത്രം ആൾക്കാർക്ക് ഇനി കൊടുക്കാനും സുലഭമായിട്ട് അവർക്ക് നേർച്ചക്കഞ്ഞി കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അത് രാവിലെ തുടങ്ങിയ നേർച്ചക്കഞ്ഞി നമ്മൾ വിതരണം ചെയ്യുകയാണ്. AKCC അവരുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. അത് വർഷങ്ങളായിട്ട് അവർ അത് ഒരു മുടക്കവും കൂടാതെ അവർ നടത്തുകയാണ്. അത് 1-ാം തീയതി മുതൽ നേർച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ട്. 8-ാം തീയതി ആകുമ്പോഴത്തേക്കും കള്ളപ്പവും മാംസവും നമ്മുടെ നോയമ്പ് വീടിന്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. കള്ളപ്പം എന്ന് പറയുന്നത് അത് മേരുനാമധാരികൾ അവരുടെ നേർച്ചയായിട്ട് ഓരോരുത്തരും 21 കള്ളപ്പം നൽകി അവരുടെ നേർച്ച നൽകി പരിശുദ്ധ അമ്മയോടുള്ള അവരുടെ സ്നേഹവും കടപ്പാടും അടുപ്പവും പ്രകടിപ്പിക്കുന്ന ആ അപ്പമാണ് ഈ നേർച്ചയ്ക്കായിട്ട് വിഭവസമൃദ്ധമായ വിരുന്നായിട്ട് നൽകുന്നത്. ബാക്കി 7 ദിവസവും നേർച്ചക്കഞ്ഞി AKCCയുടെ, മറ്റേതും AKCCയുടെ തന്നെ നേതൃത്വത്തിലാണ് എങ്കിൽ പോലും ഈ ബാക്കി 7 ദിവസവും നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആര് വന്നാലും കൊടുക്കുന്ന രീതിയിലാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ വലിയ വിശ്വാസത്തിന് വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് 8 നോയമ്പിൽ ഈ കൊള്ളങ്ങാടിൽ നസ്രാണികളുടെ ഒരു അമ്മ പള്ളിയാണ്. ഇവിടെ ഇങ്ങനെ തടിച്ചു കൂടുന്ന ഒരു വിശ്വാസ സമൂഹത്തിനെ കാണുമ്പോൾ നമ്മളെപ്പോലെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് നോക്കിക്കാണുന്ന പ്രത്യേകപ്പെട്ട ഇതിൻ്റെ കോർഡിനേറ്ററും കൂടിയായ അച്ഛനെ എന്ത് വളരെ ആവേശം തോന്നുന്നുണ്ട്. കാരണം ഈ നമ്മുടെ 8 നോയമ്പിനോടനുബന്ധിച്ച് വട്ടായിലച്ചൻ്റെയും ബിനോയിച്ചൻ്റെ നേതൃത്വത്തിലുള്ള വലിയ കൺവെൻഷൻ നടത്തിയിരുന്നു. അന്ന് അവസാനത്തെ ദിവസം വട്ടായിലച്ചന് യുവജനങ്ങൾ വിളിച്ചപ്പോൾ എത്ര ആയിരങ്ങളാണ് യുവജനങ്ങൾ വന്നത്. അപ്പോൾ യുവജനങ്ങളുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. അതോടൊപ്പം തന്നെ ഈ യുവജനങ്ങൾക്ക് അന്ന് മുത്തിയമ്മയുടെ തിരുസ്വരൂപം എടുക്കാൻ അവസരം കൊടുത്തപ്പോഴാണേലും അത് പലരും ആവേശത്തോടു കൂടിയാണ് കണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സാന്നിധ്യത്തിൽ ഈ പരിസരത്ത് എത്രയോ പേര് വളരെ കാര്യമായിട്ട് തന്നെ വിശ്വാസം ക്ഷയിച്ചു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതൊരു മോശമൊരു അഭിപ്രായമാണ്. കാരണം എത്രയോ പേര്, അത് ക്രിസ്ത്യൻസ് മാത്രമല്ല മറ്റു മതസ്ഥർ പോലും അമ്മയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങുന്നു. പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ച ഇന്ന് ഓണത്തിന്റെ ദിവസമാണ്, എന്നിട്ട് പോലും ഹൈന്ദവർ പോലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങുന്നത് കാണുമ്പോൾ അതിശയം തോന്നുകയാണ്. ഈ ഓണത്തിന്റെ ദിവസം പോലും അവർ എത്രമാത്രം സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. 52 വർഷം കൊള്ളങ്ങാട് ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ദേവിച്ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ദേവിച്ചേട്ടാ, ഈ 52 വർഷം പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ ഇവിടെ ഈ അൾത്താരയിൽ അങ്ങ് ശുശ്രൂഷ ചെയ്യുകയാണ്. എന്തുമാത്രം ഭക്തജനങ്ങൾ, എന്തുമാത്രം വിശ്വാസത്തിൻ്റെ ഒരു തീവ്രത നമ്മുടെ ഈ പള്ളിയിൽ അനുഭവപ്പെടുന്നുണ്ട്. വളരെയധികം ഉണ്ട്. ഒത്തിരി ആയിരങ്ങൾ വന്ന് എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത അവർക്ക് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഓരോ ദിവസവും, പ്രത്യേകിച്ച് ഓരോ ദിവസം ഇങ്ങനെ പിന്നാണ് തന്നെ ഓണത്തിന്റെ ദിവസമാണ്. പക്ഷെ അവധി ദിവസമായിട്ട് പോലും ഈ ഒരു വെള്ളിയാഴ്ച വലിയൊരു ജനം ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബേബിച്ചാൻ ഇത് ഇവിടെ വരുന്ന ഇത് കാണുമ്പോൾ എങ്ങനെ ബേബിച്ചാൻ എന്താ അനുഭവപ്പെടുന്നു? എനിക്ക് ഒത്തിരി അത്ഭുതങ്ങളാണ് തോന്നുന്നത്. എനിക്കും വളരെ സന്തോഷമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നത്, ഇവിടെ തന്നെ മാറാതെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്.
അല്ലെങ്കിൽ അവിടുത്തെ അമ്പതെല്ലാം തീർത്ത് പോയേക്കാവുന്ന ഓർത്ത്. പിന്നെ ഇവര് ജനങ്ങളുടെ സ്നേഹവും അച്ഛന്മാരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ നമുക്ക് പോകാൻ തോന്നിയില്ല. ഈ ഒത്തിരിയേറെ ഈ മാതാവിന്റെ അത്ഭുതങ്ങൾ ഒത്തിരിയേറെ ഇവിടെ നടന്നതിന്റെ സാക്ഷ്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കുകയുണ്ടായി. ഇത് ബേബിച്ചാൻ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കണ്ടിട്ടുണ്ട്. എന്നോട് ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അവർ പ്രാർത്ഥിച്ച് അതുപോലെ നടന്നെന്നും പറഞ്ഞ് തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു അത്ഭുതം, അവൻ്റെ അത്ഭുതം തന്നെ. ഞാൻ ഇതുവരെ ഒരു അസുഖം ഇല്ലാതെ കൊണ്ട് കാലിന് മാത്രം അല്പം ഒരു വേദനയുണ്ട്, അത് സാരമില്ല. ഒരു ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ല. എന്നും വെളുപ്പിനെ 3 മണിയാകുമ്പോഴേക്കും അവിടെ നിന്ന് കയറ്റി പള്ളി 4:30 വരും. അപ്പൊ ഇത് പള്ളി എപ്പോഴാ തുറക്കുന്നത്? എപ്പോഴാ പള്ളി 4 തുറക്കും, 4 മുമ്പ് തുറക്കും, 3:50 തുറക്കും. നിങ്ങളിവിടെ മൊത്തം എത്ര ദേവാലയ ശുശ്രൂഷകൾ? ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ 3 പേര് ഒരാഴ്ച മാറി ഡ്യൂട്ടിയാണ്. എല്ലാ ദിവസവും 3 പേര് വരണം. ഡ്യൂട്ടിക്ക് മാത്രം രാത്രിയും വൈകിട്ട് വരെ നിൽക്കണം. ഇപ്പൊ ബേബിച്ചാൻ ഒരു 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ സന്ധ്യ വരെ ഈ ദേവാലയമായ ചുറ്റിപ്പറ്റിയുണ്ട്. ചിലപ്പം ഭക്ഷണം കഴിക്കാൻ വീട്ടിലൊന്ന് പോകും. അത് പരിപാടി ഇല്ലാത്ത ദിവസം. പകലും ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് മാറാൻ നേരമില്ല. ഫുൾ ടൈം വർക്കാണ്. അപ്പം ഇത് ഈ 52 വർഷത്തോളം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സഹായിച്ചത് തന്നെ ഈ ഇവിടുത്തെ വരുന്ന ഭക്തജനങ്ങളുടെ ഒരു വിശ്വാസവും ഒരു തീവ്രതയൊക്കെ കണ്ടുകൊണ്ടാണ്. തീർച്ചയായിട്ടും കൂടുതലായിട്ട് അച്ഛന്മാരുടെ സ്നേഹമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. എത്രയാണെങ്കിലും അവരോട് ഉള്ള സ്നേഹം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പൊ ബേബിച്ചാന്റെ ഇപ്പം ഇത് ഇത്രയും ഔദ്യോഗിക ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ എത്രമാത്രം ഒരു ഒറ്റ നോട്ടത്തിൽ പറയണം, എത്രമാത്രം അച്ഛന്മാരെ കണ്ടുപോയിട്ടുണ്ട്? 14 വികാരിമാരുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. 14 വികാരിമാരുടെ കൂടെ ജോലി ചെയ്തു. പിന്നെ ഒരു 100-500 കൊച്ചന്മാർ കാണുമായിരിക്കും. പിന്നെ ഈ നമ്മുടെ സഭയിലുള്ള വളരെ എല്ലാ രൂപതകളിൽ നിന്ന് അച്ഛന്മാർ വരും. പല മെത്രാന്മാരുമായിട്ട് പരിചയമുണ്ട്. അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. അവിടെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ പിതാക്കന്മാർ കൊല്ലങ്ങാട് പള്ളിയിൽ വരാത്ത പിതാക്കന്മാരില്ല. അവരെല്ലാരും കണ്ടിട്ടുണ്ട്. എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവര് നമുക്ക് അവസരം കിട്ടുമല്ലോ. ആദ്യം പിതാവൊക്കെ പറയും, മിണ്ടാതെ പോയില്ല, വിളിച്ച് വർത്താനം പറയും. അത് പിതാവ് ആകുന്നതിന് മുമ്പ് തന്നെ പരിചയക്കാരാണ്. ഈ 8 നോയമ്പിന്റെ ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങള് കടന്നു പോകുന്ന നിമിഷങ്ങളാണ് ഇവിടെ ഷെക്കീന ന്യൂസിന് കാണാൻ സാധിച്ചത്. ഓരോ ദിവസവും വ്യത്യസ്തമായ ശുശ്രൂഷകൾ, ജീവിത മേഖലയിലെ ഓരോ മേഖലകളിലും ജീവിതവുമായി തൊഴിലുമായി ബന്ധപ്പെട്ടവരുടെ ഒരു സാന്നിധ്യങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അനേകം വിശ്വാസ സമൂഹങ്ങളാണ് ഈ കൊല്ലങ്ങാട് ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. പ്രത്യേകിച്ച് ഈ 8-ാം തീയതി മാതാവിൻ്റെ ജന്മദിനത്തിനന്ന് മേരി ദാമധാരികളുടെ വലിയൊരു സംഗമം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വരുന്ന അനേകരുടെ ദുഃഖങ്ങളെയും ജീവിതഭാരങ്ങളെയും പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് അവരെ നയിക്കുന്ന വലിയ അനുഭവങ്ങളാണ് ഇവിടെ വരുന്ന ഓരോ വിശ്വാസികളുടെയും കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. കൊല്ലങ്ങാട് പള്ളിയിൽ നിന്നും 52 വർഷം ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ബേബിച്ചായൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ മാതാവിൻ്റെ കുറിച്ച് പറയുവാൻ ഷെക്കീന ന്യൂസിന് ലഭിച്ച ഭാഗ്യത്തോടെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ക്യാമറാമാൻ എഫ്രായിം ജോസഫിനൊപ്പം സജി ആന്റണി, ഷെക്കീന ന്യൂസ്.